പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് താമരശ്ശേരി ബിഷപ്പ് മതം മാറ്റം എന്ന പേരിൽ നിയമം കൊണ്ടുവന്ന ക്രൈസ്തവരെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകണമെന്നാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത്. നക്സലൈറ്റുകളുടെ ആക്രമണത്തിനെതിരെ എന്ത് നടപടിയാണ് അമിത്ഷാ സ്വീകരിച്ചത്? അതേ നടപടി ഇവിടെയും വേണമെന്ന് മാർ റെമിജിനോസ് ഇഞ്ചനാനിയയിൽ പറയുന്നു. മുഹമ്മദ് ഷഹീദാണ് നമുക്കിപ്പം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. ഷഹീദ്, കടുപ്പിക്കുകയാണോ താമരശ്ശേരി രൂപത? ആര്യ, തീർച്ചയായും വന്യജീവി ആക്രമണത്തിനെതിരെ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഇന്ന് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. അതിനുശേഷമാണ് റെമിജിയോസ് മാർ ഇഞ്ചനാനിയൽ ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ പ്രതികരണം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്നത്. അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ 100 ഇരട്ടി, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 100 ഇരട്ടിയോളം വർധനവാണ് കന്യാസ്ത്രീകൾക്കും അല്ലെങ്കിൽ പൗരോഹിതന്മാർക്കുമെതിരെയുള്ള അക്രമത്തിലുള്ള വർധനവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആക്രമിച്ച് ഈ സഭകളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എങ്ങനെയാണോ ഈ മാവോയിസ്റ്റുകളെ നേരിടാൻ അമിത്ഷാ എന്ത് രീതിയിലാണോ അവരെ നേരിടുന്നത്, എന്ത് തന്ത്രമാണോ പ്രയോഗിക്കുന്നത്, സമാനമായ രീതിയിൽ ഇത്തരം കന്യാസ്ത്രീകൾക്കെതിരെയും പുരോഹിതന്മാർക്കെതിരെയും അക്രമം നടത്തുന്നവർക്കെതിരെ സമാനമായ രീതിയിലുള്ള നേരിടണം, അവരെ കൈകാര്യം ചെയ്യണം, അവരെ നേരിടണം എന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ വിമർശനം. ഒപ്പം തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നും അവിടെയുള്ള ഹിന്ദു വിശ്വാസികൾക്കെതിരെ അക്രമം നടക്കുന്നു എന്ന പേരിൽ അവർക്ക് ഇന്ത്യയിലേക്ക് പൗരത്വത്തിനുള്ള അനുമതി നൽകുന്നു. സമാനമായ രീതിയിൽ ഈ ക്രിസ്ത്യൻ വിശ്വാസികൾ യൂറോപ്പിലേക്ക് പോകണോ എന്നുള്ള ഒരു കടന്ന ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ തരത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് റെമിജിയോസ് മാർ ഇഞ്ചനാനിയലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്.